ഒരു ഡൗട്ട് ഉണ്ട്. നമ്മൾ ചൂടുള്ള ഒരു വസ്തുവിൽ നിന്ന് ഹയർ ടെമ്പറേച്ചറിൽ നിന്ന് ലോവർ ടെമ്പറേച്ചറിലേക്കാണ് ഹീറ്റ് ഫ്ലോ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ നോക്ക്, എല്ലാ സമയത്തും ഈ ഹീറ്റ് ഫ്ലോ അങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവോ എന്നുള്ളതാണ് എൻ്റെ ഡൗട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചായയിൽ നിന്ന് തന്നെ വരാം അല്ലേ. അപ്പോൾ നോക്കിക്കോ, ദാ എന്തുണ്ട്, എൻ്റെ കയ്യിൽ നല്ല ഹോട്ടായിട്ടുള്ള ഒരു കപ്പിൽ എന്തുണ്ട്, കുറച്ച് ഹോട്ടായിട്ടുള്ള ടീ ഉണ്ട്. ആ ടീയിലേക്ക് മിസ് എന്ത് വെച്ചിട്ടുണ്ട്? ദാ ഒരു മെറ്റൽ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കൂളായിട്ടുള്ള അല്ലെങ്കിൽ ലോവർ ടെമ്പറേച്ചറിലുള്ള ഒരു സ്പൂണ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചായയൊക്കെ തന്നിട്ട് നമ്മൾ സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അമ്മനോട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഡിസ്കസ് ചെയ്യാണ്. സ്കൂളിൽ നിന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, ഫ്രണ്ട്സുമായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ കളിച്ചതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം അങ്ങനെ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ചായയുടെ കാര്യം നമ്മൾ മറന്നുപോയി. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചായ എന്തായിട്ടുണ്ടാവും? കൂളായിട്ടുണ്ടാവില്ലേ, അല്ലെങ്കിൽ ആ ചായയുടെ ചൂട് പോയിട്ടുണ്ടാവും അല്ലെ, തണുത്തിട്ടുണ്ടാവും ആ ചായ. അപ്പോൾ പിന്നെ ആ സ്പൂണ് നമ്മൾ നേരത്തെ എടുത്തതുപോലെ ഹോട്ട് ടീന്ന് എടുക്കുന്ന അത്ര ബുദ്ധിമുട്ടുണ്ടായിരിക്കുമോ? ഇല്ല അല്ലേ. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചത്? ഹോട്ടായിട്ടുള്ള ടീയിലെ ആ ഒരു ചൂട് എന്തായി? നമ്മളിങ്ങനെ കുറേ സമയം വെച്ചപ്പോൾ തണുത്ത് പോയി. അപ്പോൾ തണുത്ത് പോയി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വെച്ചിട്ടുള്ള ആ സ്പൂണും അതുപോലെ ആ ചായയുടെ ചൂടും ഒരുപോലെ ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ? ഹീറ്റ് എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കൾ തമ്മിൽ സമ്പർക്കത്തിലാവുമ്പോൾ, കോണ്ടാക്റ്റിലാവുമ്പോൾ മാത്രമേ ഒഴുകുള്ളൂ എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ഈ രണ്ട് വസ്തുക്കളുടെയും രണ്ട് വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ? ഇവിടെയുള്ള ടീ എന്ന് പറയുന്ന ഒരു വസ്തു അല്ലെങ്കിൽ കപ്പ് എന്ന് പറയുന്ന ആ ഒരു വസ്തുവും സ്പൂൺ എന്ന് പറയുന്ന മറ്റൊരു വസ്തുവിൻ്റെയും ആ രണ്ട് ശരീരത്തിൻ്റെയും അല്ലെങ്കിൽ രണ്ട് ബോഡിയുടെയും ടെമ്പറേച്ചർ ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ഫ്ലോ ചെയ്യൂല? ഹീറ്റ് ഫ്ലോ ചെയ്യില്ല നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് മനസ്സിലാക്കാം? രണ്ട് കാര്യങ്ങൾ പഠിച്ചേ. ഹീറ്റ് എല്ലായ്പ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടേ ഫ്ലോ ചെയ്യൂ? ഹീറ്റ് വിൽ ഓൾവേസ് ഫ്ലോസ് ഫ്രം ദ ബോഡി വിച്ച് ഹാവ് ഹയർ ടെമ്പറേച്ചർ ടു ലോവർ ടെമ്പറേച്ചർ. ഉയർന്ന താപനിലയിലുള്ള ഒരു വസ്തുവിൽ നിന്ന് കുറഞ്ഞ താപനിലയിലേക്ക് മാത്രമേ ഹീറ്റ് ഫ്ലോ ചെയ്യുള്ളൂ. പക്ഷെ ആ ഹീറ്റ് ഏത് വരെ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു? ഹോട്ടായിട്ടുള്ള ഒരു ഒബ്ജക്റ്റും കോൾഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെയും ടെമ്പറേച്ചർ സെയിം ആയി കഴിഞ്ഞാൽ, ഒരേപോലെ തുല്യമായി കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ഫ്ലോ ചെയ്യൂല മക്കളെ? ഹീറ്റ് ഫ്ലോ ചെയ്യില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹീറ്റ് വിൽ ഫ്ലോ ടിൽ ദ ബോഡീസ് അറ്റൈൻ ദ സെയിം ടെമ്പറേച്ചർ. രണ്ട് ശരീരങ്ങളും ഒരേ താപനിലയിൽ എത്തുന്നത് വരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ? താപം, ഹീറ്റ് എന്ന് പറയുന്നത് ഒരു ബോഡിയിൽ നിന്ന് മറ്റൊരു ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ എന്നുള്ളതാണ് ഇവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്.